നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. മാസപ്പടി കേസിൽ KMR നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നാണ് KMRന്റെ ആവശ്യം. കോടതി നിർദ്ദേശം മറികടന്ന് അന്വേഷണ വിവരം മാധ്യമങ്ങൾക്ക് കൈമാറിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ഹർജിയിൽ. ഷൈൻ ടോം ചാക്കോക്കെതിരായ നടപടി വേഗത്തിലാക്കാൻ സിനിമാ സംഘടനകൾ. ഫിലിം ചേംബറിന്റെ യോഗം വൈകിട്ട് 3:30 നടക്കും. സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ നടപടിയും ഇന്നുണ്ടാകും. ഷൈൻ ടോം ചാക്കോക്കെതിരായ വിൻസി അലൂഷ്യസിന്റെ പരാതിയിൽ താരസംഘടനയുടെ സിറ്റിംഗ് ഇന്ന്. അമ്മ നിയോഗിച്ച 3-അംഗ സമിതിക്ക് മുന്നിൽ ഷൈൻ വിശദീകരണം നൽകും. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഇന്ന് നോട്ടീസ് അയക്കും. പ്രതികൾക്ക് താരങ്ങളെ അറിയാമെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ 3 പ്രതികളെ ഇന്ന് എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഭൂമി ഏറ്റെടുക്കാൻ അനുവദിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഭൂമി ഏറ്റെടുക്കരുതെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. തലസ്ഥാനത്ത് ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 71ാം നാൾ. ഓണറേറിയം വർദ്ധിപ്പിച്ച തദ്ദേശ സ്ഥാപനങ്ങളെ അധ്യക്ഷന്മാരെ ഇന്ന് ആദരിക്കും. രാവിലെ 11 മണിക്കാണ് 30 തദ്ദേശ സ്ഥാപനങ്ങളെ അധ്യക്ഷന്മാരെ ആദരിക്കുക. ഈസ്റ്റർ കഴിഞ്ഞതിന് പിന്നാലെ മുതലപ്പുഴയിൽ വീണ്ടും പ്രതിഷേധം ശക്തമാകും. തുടർ സമരങ്ങൾ ആലോചിക്കാൻ വൈകിട്ട് സമരസമിതി യോഗം ചേരും. ചിറൻകീഴ് MLA വി ശശിക്കെതിരെ രാഷ്ട്രീയമായി വിഷയമുയർത്താൻ പ്രതിപക്ഷ സംഘടനകൾ. മുനമ്പം വഖഫ് വിഷയത്തിൽ ട്രൈബ്യൂണലിൽ വാദം ഇന്നും തുടരും. ഭൂമി ഏറ്റെടുത്ത 2019 വഖഫ് ബോർഡ് നടപടി പരിശോധിക്കും. വഖഫ് ആധാരവും കോടതി വിധികളും കഴിഞ്ഞ ദിവസം കോടതി പരിശോധിച്ചിരുന്നു. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇന്ന് തെരഞ്ഞെടുക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലായിരിക്കും യോഗം. മന്ത്രി വീണ ജോർജിനെതിരായ വിമർശനത്തിൽ CPIM നേതാവായ A പത്മകുമാറിനെതിരെ നടപടിയുണ്ടായേക്കും. 20 വർഷമായി സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാറിനെ ഒഴിവാക്കാനാണ് സാധ്യത. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണമാണ് പ്രധാന അജണ്ട. ഒഴിവുകളിലേക്ക് യുവാക്കളെ പരിഗണിക്കാനാണ് സാധ്യത. എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ഗ്യാലറി തകർന്ന് നിരവധി പേർക്ക് പരിക്ക്. മത്സരം ആരംഭിക്കുന്നതിന് 10 മിനിറ്റ് മുൻപായിരുന്നു അപകടം. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കാൻ 57 നഗരങ്ങളിൽ കോൺഗ്രസ് പത്രസമ്മേളനം. ഇന്നു മുതൽ ഏപ്രിൽ 24 വരെയാണ് രാജ്യത്തുടനീളം നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നത്. BJPയുടെ നുണകൾക്കെതിരെ മാധ്യമങ്ങളെ കാണുന്ന 57 നേതാക്കളുടെ പട്ടിക തയ്യാറാക്കിയെന്ന് പവൻ ഖേര. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിഗണിച്ച് ജമ്മു കശ്മീർ താഴ്വരയിൽ അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി സക്കീന ഇറ്റുവാണ് ഇക്കാര്യം അറിയിച്ചത്. രൂക്ഷമായ കാലാവസ്ഥാ പ്രശ്നങ്ങളും സുരക്ഷയും കണക്കിലെടുത്താണ് അവധി. റഷ്യൻ യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട മലയാളി യുവാവ് സഹായ അഭ്യർത്ഥനയുമായി വീണ്ടും രംഗത്ത്. തന്നെ വീണ്ടും യുദ്ധത്തിനയക്കാൻ ശ്രമിക്കുന്നതായി യുവാവിന്റെ വെളിപ്പെടുത്തൽ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യനാണ് സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത്. കർണാടക മുൻ DGP ഓം പ്രകാശിനെ ഭാര്യ കുത്തിക്കൊലപ്പെടുത്തി. സ്വത്ത് തർക്കത്തെ തുടർന്ന് വൈകിട്ട് വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയ വിവരം ഭാര്യ പല്ലവി സുഹൃത്തിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശനം ഇന്നു മുതൽ. വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, താരിഫ് തുടങ്ങിയ വിഷയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യും. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പരാതി ലഭിച്ചില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതി പരിഹാരത്തിന് ഏർപ്പെടുത്തിയ അപ്പീൽ സമയപരിധി ഇന്നലെ അവസാനിച്ചു. രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ പരാതി സമർപ്പിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. തൃശൂർ കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പരസ്പരം പോരടിക്കുകയായിരുന്നു. 2 പേരുടെ നില ഗുരുതരം, 12 പേർ കസ്റ്റഡിയിൽ. പെരുമ്പാവൂരിന് സമീപം ഓടക്കാലിയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തി. 2 വർഷമായി പ്രവർത്തനം നിലച്ച പാറമടയ്ക്ക് സമീപത്താണ് ജലാറ്റിൻ സ്റ്റിക്ക് കണ്ടെത്തിയത്.
എറണാകുളം കാക്കനാട് പൊയ്ച്ചിറയിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. ഗുരുവായൂർ സ്വദേശി ദീപകിനെയാണ് കാണാതായത്. തിരുവനന്തപുരം ആര്യങ്കോട് ടെക്സ്റ്റൈൽസ് ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മകയിരം ടെക്സ്റ്റൈൽസ് ഉടമ സജികുമാറിനെയാണ് 3 അംഗ സംഘം ആക്രമിച്ചത്. തോർത്തു വാങ്ങുന്നതിലെ തർക്കമാണ് അക്രമത്തിന് കാരണം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലെ കുഴികളിൽ വീണ അപകടം പതിവാകുന്നു. കയറ്റിറക്കങ്ങളും വലിയ വളവുകളുമുള്ള പാതയിലാണ് ആഴമുള്ള കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ അപകടം പതിവാകുന്നു. ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡിലെ വളവുകളും അശാസ്ത്രീയ ഓട നിർമ്മാണവും അപകടത്തിന് കാരണമാകുന്നുവെന്നാണ് പരാതി. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പാതയിൽ മുന്നറിയിപ്പ് ബോർഡുകളില്ലെന്നും നാട്ടുകാർ. പെരുമ്പാവൂർ പൂപ്പാനി ഐമുറി റോഡിൽ അപകട സാധ്യതയേറ്റി വലിയ വാഹനങ്ങളുടെ പാർക്കിംഗ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹന പാർക്കിംഗ് കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണെന്നാണ് യാത്രക്കാരുടെ പരാതി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് നാളെ മലപ്പുറം മഹദീൻ ക്യാമ്പസിൽ തുടക്കം. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് സ്വകാര്യ ഗ്രൂപ്പുകൾ മുഖേന ഹജ്ജ് ഉംറ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ക്യാമ്പിലൂടെ ലഭ്യമാകും. ദേശീയ ഫെഡറേഷൻ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 28ാം പതിപ്പിന് ഇന്ന് കൊച്ചി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമാവും. ഒളിമ്പ്യന്മാരും നിലവിലെ റെക്കോർഡ് ജേതാക്കളുമടക്കം 580 അത്ലറ്റുകൾ പങ്കെടുക്കും. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നാളെ കൂടിക്കാഴ്ച നടക്കും. MBBS-ഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. പൈപ്പ് ലൈൻ ഇടുന്ന ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ഇന്നു മുതൽ 10 ദിവസം മലപ്പുറം താനാളൂർ ഒഴൂർ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വയലത്തൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെള്ളച്ചാൽ അയ്യായ വഴിയും തിരൂർ താനാളൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വട്ടത്താണി പുത്തൻതെരു വഴിയും കടന്നുപോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴഞ്ചേരിയിൽ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് നടക്കുക ഈ മാസം 22-ന്. ക്യാമ്പ് ജനതാ സ്പോർട്സ് ക്ലബ് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ. പത്തനംതിട്ട അയിരൂരിൽ പമ്പിംഗ് ലൈൻ തകരാറിൽ. പഞ്ചായത്തിൽ 3 ദിവസത്തേക്ക് ജലവിതരണം മുടങ്ങും. കോട്ടയം ഐക്കുമ്പിൽ ശാസ്ത്ര കരിയർ പരിശീലനം നടക്കുക ഈ മാസം 23, 24, 25 തീയതികളിൽ. 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. എറണാകുളം മരടിൽ ജലശുദ്ധീകരണശാലയിലേക്കുള്ള ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നു. നാളെ ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. ഫോർട്ട് കൊച്ചിയിൽ കായിക പരിശീലനം നടത്താൻ ഒരുങ്ങുന്നു. പരിശീലനം നടക്കുക ഇന്നു മുതൽ. പരിശീലനം ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ. ചെറുതുരുത്തി കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ്. അഭിമുഖം ഈ മാസം 24-ന്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 28-ന്. തച്ചാമ്പാറ്റ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ ഒഴിവ്. യോഗ്യത GSM. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഈ മാസം 21. ദേശീയ വാർത്തകൾ. മണിപ്പൂരിൽ നിന്ന് വൻ ആയുധശേഖരവുമായി 7 പേരെ സുരക്ഷാസേന പിടികൂടി. തൗബാൽ ജില്ലയിൽ അക്രമികളുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അറസ്റ്റിലായവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് സൈന്യം. രാജസ്ഥാനിൽ ഫർണിച്ചർ ഷോറൂമിൽ വൻ തീപിടുത്തം. ആളപായമില്ല. അപകടം ജയ്പൂർ അജ്മീർ ഹൈവേയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൺപൂർ സന്ദർശനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നയാഗഞ്ച് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കാൺപൂരിലെ റാവത്പൂർ മെട്രോ സ്റ്റേഷനിലേക്ക് മെട്രോ യാത്ര നടത്തി. ലഖ്നൌവിൽ ബിന്ദേശ്വർ പഥക് പ്രതിമ പ്രതിരോധ അനാച്ഛാദനം ചെയ്ത് മന്ത്രി രാജ്നാഥ് സിംഗ്. പഥക്ജി വെറും ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമായിരുന്നുവെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി. ഖലിസ്ഥാൻ തീവ്രവാദികൾ വധിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന ആരോപണവുമായി കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു. വാരിസ് പഞ്ചാബ് ദേ സംഘടനയുമായി ബന്ധമുള്ള സംഘടനകൾ ലക്ഷ്യം വെക്കുന്നു. ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനം രാജ്യത്തെ ഇരുണ്ട ഭൂതകാലത്തിലേക്കായിരിക്കും നയിക്കുകയെന്നും കേന്ദ്രമന്ത്രി.
ജമ്മുകശ്മീരിലെ തുടർച്ചയായ മഴയും മേഘവിസ്ഫോടനവും കാരണം ദേശീയപാത അടച്ചു. റംബാൻ ജില്ലയിലുണ്ടായിരുന്ന മണ്ണിടിച്ചിലിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചെന്ന റിപ്പോർട്ട്. 200 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ ബസീർ ഉൽ ഹഖ് ചൌധരി വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്നത് തെറ്റായ പ്രചാരണമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. കലാലയങ്ങളിൽ മറാത്തി നിർബന്ധമാക്കും. 3 ഭാഷകൾ പഠിക്കാൻ അവസരമൊരുക്കുന്നുവെന്നതായി കണ്ടെത്താൻ മതിയെന്നും ഫട്നാവിസ്. മഹാരാഷ്ട്രയിൽ ശിവ മഹാപുരൺ കഥയ്ക്കിടെ മണ്ഡപം തകർന്ന നിരവധി പേർക്ക് പരിക്ക്. ജൽന ജില്ലയിൽ മഹാരുദ്രയജ്ഞത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുർഷിദാബാദ് അക്രമ സംഭവത്തിന് പിന്നാലെ ബംഗാളിൽ ഹിന്ദുക്കൾ ഭീതിയിലാണെന്ന് BJP. അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ സംസ്ഥാനത്തെ പോലീസാണെന്ന് ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു. അക്രമ സംഭവങ്ങളിൽ NIA അന്വേഷണം വേണമെന്നും BJP. 17ാമത് സിവിൽ സർവീസ് ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. മുൻഗണനാ പരിപാടികൾ നടപ്പാക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രധാനമന്ത്രിയുടെ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. നിമ്രാണ ഹോട്ടൽ വെടിവയ്പ് കേസിൽ 3 പേരെ കൂടി പ്രതി ചേർത്ത NIA കുറ്റപത്രം. കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ ഭീകരൻ ആർഷിദലയുമായുള്ള ബന്ധമാണ് കേസിലെ ജയ്പൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ആകെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്യാന്തര വാർത്തകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ട്രംപിന്റെ വിവിധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ഈസ്റ്റർ ഉടമ്പടിക്കിടെ റഷ്യ 2000 തവണ കരാർ ലംഘിച്ചതായി യുക്രൈൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 67 ആക്രമണങ്ങൾ നടന്നതായി സെലൻസ്കി. പാകിസ്ഥാനിൽ KFC റെസ്റ്റോറന്റ് ശൃംഖലയ്ക്കെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. KFC ഇസ്രായേലിന്റെയും US-ന്റെയും പ്രതീകമാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ഗസയിൽ വീടുകൾക്കും ടെന്റുകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം. കഴിഞ്ഞ 48 മണിക്കൂറിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 92 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 219 പേർക്ക് പരിക്ക്. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് ആശുപത്രിയിൽ. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടി ബംഗ്ലാദേശ്. അപേക്ഷ സമർപ്പിച്ചത് ബംഗ്ലാദേശ് പോലീസിന്റെ നാഷണൽ സെൻട്രൽ ബ്യൂറോ. വിദ്യാർത്ഥികളുടെ F1 സ്റ്റുഡന്റ് സ്റ്റേറ്റസ് റദ്ദാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യ ചൈനീസ് വിദ്യാർത്ഥികൾ ഒന്നിക്കുന്നു. നീക്കത്തിനെതിരെ ഇന്ത്യൻ വിദ്യാർത്ഥികളും ചൈനീസ് വിദ്യാർത്ഥികളും കോടതിയിൽ ഹർജി നൽകി. കാനഡയുടെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി ചൈനയാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വിദേശ ഇടപെടൽ, സൈബർ പ്രവർത്തനം, ആർട്ടിക് മേഖലയിലെ തന്ത്രപരമായ പ്രവർത്തികൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. പാകിസ്ഥാനിൽ സിന്ധ് തരാഖി പസന്ദ് നേതാവ് സയ്യിദ് ജലാൽ ഷാ അറസ്റ്റ്. സഹമന്ത്രി ഖീൽ ദാസ് കോഹിസ്ഥാനിയുടെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. പാകിസ്ഥാനിൽ നിന്ന് 10,000-കണക്കിന് അഫ്ഗാനികളെ പുറത്താക്കിയതായി UN റിപ്പോർട്ട്. പാകിസ്ഥാനിൽ നിന്ന് പുറത്തുപോയത് മൊത്തം 80,000-ത്തിലധികം ആളുകൾ. ഇന്ത്യയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ കയറ്റുമതിയിൽ വൻ കുതിപ്പ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി 19% വർദ്ധിച്ച് 53 ലക്ഷം യൂണിറ്റിലെത്തി. നിർണായക ധാതു വിഭവങ്ങളുടെ കയറ്റുമതി നിയന്ത്രിച്ച് ചൈന. വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് വിലക്കയറ്റത്തിന് കാരണമാകുന്നുവെന്ന് റിപ്പോർട്ട്. ആന്റിമണി, ജർമ്മനിയം, ഗാലിയം എന്നിവയുടെ കയറ്റുമതിയാണ് ചൈന നിയന്ത്രിച്ചത്. വരവറിയിക്കുന്നതിന് മുന്നോടിയായി മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ ടെസ്ല പരീക്ഷയോട്ടം നടത്തിയെന്ന് റിപ്പോർട്ട്. ടെസ്ലയുടെ കോമ്പാക്ട് SUV Y മോഡൽ റോഡ് ടെസ്റ്റ് നടത്തിയെന്നാണ് റിപ്പോർട്ട്. മോട്ടോറോളയുടെ പുതിയ സ്മാർട്ട് ഫോൺ മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് ഇന്ത്യൻ വിപണിയിൽ. കോർണിംഗ് ഗൊറില്ല 3 ഡിസ്പ്ലേ, ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് സംവിധാനവും മോട്ടോറോള വാഗ്ദാനം ചെയ്യുന്നു. ChatGPT ഇമേജ് ജനറേഷൻ ടൂളായ ഗിബ്ലി സ്റ്റൈൽ ഇമേജിനെ വെല്ലുവിളിക്കാൻ ജെമിനി. HD വീഡിയോ നിർമ്മിക്കാൻ ജെമിനിയുടെ VO2 ടൂളിൽ സംവിധാനം. നിലവിലെ സൗജന്യ വരിക്കാർക്ക് ഈ സേവനം ലഭ്യമാകില്ല. ഇന്ത്യൻ വിപണിയിൽ ടെസ്ല ആദ്യം എത്തിക്കുക മോഡൽ 3, മോഡൽ Y എന്നീ വാഹനങ്ങൾ എന്ന റിപ്പോർട്ട്. മറ്റു രാജ്യങ്ങളിൽ അവതരിപ്പിച്ച ഡിസൈനിൽ തന്നെയാകും വാഹനം ഇന്ത്യയിലും എത്തുക. ഒറ്റ ചാർജിൽ 526 കിലോമീറ്റർ റേഞ്ചാണ് വാഹനം വാഗ്ദാനം ചെയ്യുന്നത്. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ആഴ്സണലിന് വമ്പൻ ജയം. ഇപ്സ്വിച്ച് ടൗണിന് എതിരില്ലാത്ത 4 ഗോളിന് തകർത്തു. ഫുൾഹാമിനെതിരെ ചെൽസി 2-1 ജയിച്ചു.
പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും തോൽവി. വുൾഫ്സിനോട് തോറ്റത് എതിരില്ലാത്ത ഒരു ഗോളിന്. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ചലച്ചിത്ര ആസ്വാദകർ കാത്തിരിക്കുന്ന മോഹൻലാൽ ശോഭന കോംബോയിലൊരുങ്ങുന്ന പുത്തൻ ചിത്രം തുടരും. പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം തിയേറ്ററിലെത്തുക 25-ന്. കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന പുതിയ സയൻസ് ഫിക്ഷൻ ചിത്രം മസ്തിഷ്ക മരണം സൈമൺസ് മെമ്മറീസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. ആശ്ചര്യം നിറച്ച പുതിയ ജിത്തു ജോസഫ് ചിത്രം വലതുവശത്തെ കള്ളന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ചിത്രം ഉടൻ റിലീസിന്. ദിനു തോമസ് ഈരന്റേതാണ് തിരക്കഥ. തമിഴ്നാട്ടിൽ മുസ്ലിം പള്ളിക്ക് മുന്നിൽ ജയ് ശ്രീറാം വിളിച്ചവരെ പോലീസ് മർദ്ദിക്കുന്ന നേരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജം. സത്യത്തിൽ കന്നഡ സിനിമയായ ഡെഡ്ലി സോമ 2 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീഡിയോ ആണ്. ലേറ്റസ്റ്റ് ന്യൂസ്. പഞ്ചാബിൽ മയക്കുമരുന്ന് വേട്ട 120 ഗ്രാം MDMA പിടികൂടി. ഗുജറാത്തിൽ നേരിയ ഭൂചലനം 2.3 തീവ്രത രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ക്രൂര പീഡനം. അയൽവാസി അറസ്റ്റിൽ. കൊൽക്കത്തയിൽ വീട്ടിൽ മോഷണം. സ്വർണവും പണവും കവർന്നു. പ്രതി അറസ്റ്റിൽ. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. തമിഴ്നാട് തൂത്തുക്കുടിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി യുവാവ്. കൊലപാതകം മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് പ്രതി അറസ്റ്റിൽ. പോണ്ടിച്ചേരിയിൽ വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ചു. 3 പേർക്ക് ഗുരുതര പരിക്ക്.